ബുദ്ധാരാധനയുടെ നിമിഷമാണ്. തമ്പുരാൻ്റെ സാന്നിധ്യം ഇതാ നമ്മുടെ ചാരെ ആയിരിക്കുന്ന നിമിഷമാണ്. നമുക്ക് ജീവൻ തരികയും നമ്മുടെ ജീവനെ പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ സങ്കീർത്തനം 84 അധ്യായം 10 വചനത്തിൽ സങ്കീർത്തകൻ പറയുന്ന ഇങ്ങനെയാണ്: അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. മറ്റു പലയിടങ്ങളിലും നമ്മളായിരിക്കുന്ന അനേകം മണിക്കൂറുകളെക്കാളും ദിവസങ്ങളെക്കാളും വിലപ്പെട്ടതാണ് ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഏതാനും നിമിഷം. ഈശോയെ, ഈ നിമിഷങ്ങളിൽ നിന്നെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ, നിന്നെ മഹത്വപ്പെടുത്തേണ്ടതുപോലെ മഹത്വപ്പെടുത്താൻ, നിന്റെ ജീവിക്കുന്ന സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് അംഗീകരിച്ചേറ്റെടുക്കാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ഈ സാന്നിധ്യം വിശ്വസിക്കുന്നിടത്താണ് അത് സൗഖ്യമായിട്ട് അത്ഭുതമായിട്ടൊക്കെ നമ്മളിലേക്ക് വരിക. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ അവസ്ഥകളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം നമ്മുടെ ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ രോഗാവസ്ഥകളിലായിരിക്കുന്നവർ, നമ്മോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം ഓർക്കാം. ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗാവസ്ഥകളെയും ഈശോയ്ക്ക് കൊടുക്കാം. കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എല്ലാവരും നേറ്റ് പറയാമോ? എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26. കർത്താവ് ഈ വചനം ഞങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 2:24. അവിടുത്തെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. നേറ്റ് പറയാവോ? 1 പത്രോസ് 2:24. അവിടുത്തെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. അവിടുത്തെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. കർത്താവെ, അവിടുത്തെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന, തിരുമുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചോര ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടി അങ്ങ് ചിന്തിയ ആ തിരുരക്തം ഇപ്പോൾ ഈ മക്കൾക്ക് സൗഖ്യം നൽകട്ടെ. കർത്താവ്, എത്രയോ പേരെ നീ സൗഖ്യം നൽകി. എത്രയോ മാനുഷികമായിട്ടും ലോകത്തിൻ്റെ ഭാഷയിൽ നടക്കാത്ത, സൗഖ്യം കിട്ടാത്ത, അല്ലെങ്കിൽ ഡോക്ടർ ഉപേക്ഷിച്ച രോഗികളെ പോലും അങ്ങ് സൗഖ്യം നൽകിയിട്ടുണ്ടല്ലോ. കർത്താവേ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലുമൊക്കെ രോഗം മൂലം വേദനിക്കുന്ന ഈ മക്കളെ നീ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് സംബന്ധമായ രോഗപീഠകളുള്ളവരുണ്ടാകാം. ഈശോയെ സൗഖ്യം നൽകണമേ. ആന്തരിക അവയവങ്ങളിൽ രോഗികളായിട്ടുള്ളവരുണ്ടാകാം. കർത്താവെ, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, ഓപ്പറേഷൻ കൂടാതെ അങ്ങേക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ സൗഖ്യം നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അതിശക്തമായ കഠിനമായ മാരക രോഗത്തിൻ്റെ നടുവിൽ വേദനിക്കുന്ന മക്കളുണ്ടാകാം. പക്ഷേ കുടുംബം മുഴുവനും ചില കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥകൾ ഓർത്ത് വേദനിക്കുന്നുണ്ടാകാം. ഈശോ, അങ്ങനെയുള്ള രോഗാവസ്ഥകളുള്ളവരെ, രോഗികളായിട്ടുള്ളവരെ, ആ രോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന, അസ്വസ്ഥരായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ ചേർത്ത് നിർത്തുന്നു. കർത്താവേ, നിൻ്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ നിമിഷം ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും നമ്മുടെ ശിരസിലേക്ക് എടുത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ രോഗപീഠകളിൽ സൗഖ്യം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. രോഗത്തിൻ്റെ വലിപ്പമോ ലോകത്തിൻ്റെ പഴക്കമോ ഒന്നും തമ്പുരാന് വിഷയമല്ല, നമുക്കറിയാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക.
പാപം ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ്റെ രക്തം കൊണ്ട് ആ രോഗാവസ്ഥകളുള്ള ഭാഗത്തെ കഴുകി ഒക്കെ ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവേ, വൈദികരായ ഞങ്ങൾക്ക് പൗരോഹിത്യത്തിൽ അങ്ങ് സുഖപ്പെടുത്താൻ തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് എളിമയോടെ നിന്ന് ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ തിരുരക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ രോഗം മൂലം വേദനിക്കുന്നവർ, ചെറുതോ വലുതോ ആകട്ടെ, കർത്താവെ, നിസ്സാരമോ മാരകമോ ആകട്ടെ, എല്ലാ രോഗത്തിൻ്റെ മേലും അധികാരമുള്ളവനാണല്ലോ അങ്ങ്. കർത്താവെ, അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൽ സുഖപ്പെടുത്താൻ അങ്ങ് ഞങ്ങളെ അയച്ചു, അത് വിശ്വസിക്കുന്നു. കർത്താവെ, ഈ കരം നീട്ടി ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ശിരസിൽ വെച്ചിരിക്കുന്ന കരം അത് യേശുവിൻ്റെ കരമാണെന്ന് വിശ്വസിക്കാൻ കർത്താവെ കൃപ കൊടുക്കണമേ. കർത്താവെ, നിൻ്റെ മുറിവേറ്റ കരമാണ്. വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ആരുമില്ല എന്നുള്ള തോന്നലിൻ്റെ നടുവിൽ നിൽക്കുന്നവരുണ്ട്. വല്ലാത്ത മാനസിക സംഘർഷത്തിൻ്റെ പിരിമുറുക്കത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവരുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. തമ്പുരാനെ, വിശ്വാസം ക്ഷയിച്ചു പോയവർ ഇതിനകത്തുണ്ടാകാം. വിശുദ്ധ ജീവിതം തകർന്നു പോയവരുണ്ടാകാം. വല്ലാതെ മനക്ലേശത്തിൻ്റെ നടുവിലായിരിക്കുന്നവരുണ്ടാകാം. ഈശോയെ, നിൻ്റെ തിരു രക്തം ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ. മനസ്സിന് സൗഖ്യം വേണ്ടവർക്ക് മനസ്സിന് സൗഖ്യം കൊടുക്കണമേ. ശരീരത്തിന് സൗഖ്യം വേണ്ടവർക്ക് കർത്താവെ ശരീരത്തിന് സൗഖ്യം നൽകണമേ. ഈശോയെ, നീ സുഖപ്പെടുത്തുന്ന കർത്താവാണല്ലോ. യേശുവേ, നീ സുഖപ്പെടുത്തുന്നവനാണല്ലോ. സൗഖ്യദായകമായ കർത്താവെ, നിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുരക്തം കൊണ്ട് ഈ മക്കളെ ഇപ്പോൾ തളിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുരക്തം ഇപ്പോൾ ഈ ജനത്തിൻ്റെ മേൽ ഞങ്ങൾ തളിക്കുന്നു. വിശ്വാസത്തിൽ തളിക്കുന്നു. കർത്താവെ, സൗഖ്യം നൽകണമേ. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന രോഗപീഠകൾ ഈ നിമിഷം തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. അലർജി രോഗപീഠകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ വൈദികരായ ഞങ്ങൾക്ക് അങ്ങ് സുഖപ്പെടുത്താൻ തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുരക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ സുഖപ്പെടുത്തുന്ന അത്ഭുതകരമായ നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്കെല്ലാം വേണ്ടി ഇപ്പോൾ ഈ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, ആരെയൊക്കെ മനസ്സിൽ കണ്ട് ആരുടെയൊക്കെ മേൽ ഈശോയെ നിൻ്റെ സൗഖ്യം കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരെല്ലാം നിൻ്റെ നാമത്തിൻ്റെ കീഴിൽ സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവേ, നീ അനുവദിക്കാത്ത രോഗപീഠകൾ, നീ ആഗ്രഹിക്കാതെ ഈ മക്കൾ കൊണ്ട് നടക്കുന്ന എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ശരീരം തളർന്നു കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരം സ്വയമേവ ചലിപ്പിക്കാൻ പറ്റാതെ മുഴുവൻ തളർന്നു കിടക്കുന്ന മക്കളെ പ്രത്യേകം സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് മുറിവേറ്റ മക്കളെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തളർന്നിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശപ്പെട്ട് നിൽക്കുന്നവർ, ആകുലപ്പെട്ട് നിൽക്കുന്നവർ, അസ്വസ്ഥരായി നിൽക്കുന്നവർ, ആത്മഹത്യാ ചിന്തകൾ നിരന്തരം വേട്ടയാടുന്ന മക്കൾ, ഈശോയെ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. നമ്മളെല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും പ്രത്യേക നിയോഗങ്ങളെയും താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.
പ്ലീസ്.